ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. ആർക്കും ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയെന്നു വരില്ല. കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവരൊക്കെ കണ്ടത് തിരയും തീരവും മാത്രമാണ്. എല്ലായ്പ്പോഴും മനുഷ്യൻ വിധിയെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിൻ്റെയും ബലഹീനതകളുടെയും പ്രതിധ്വനിയാണ് അവൻ്റെ ജീവിതം. കോപത്തോട് പോരാടാൻ പ്രയാസമാണ്. എന്നാൽ വിവേകമുള്ള മനുഷ്യർ അതിനെ നിയന്ത്രണത്തിലാക്കുന്നു. എല്ലാവരിൽ നിന്നും ഒരു അകലം സ്ഥാപിക്കുന്നതാണ് നല്ലത്. ആരെയും വേദനിപ്പിക്കാനല്ല, സ്വയം വേദനയുടെയും സങ്കടത്തിൻ്റെയും മധുരം നുണയാതിരിക്കാൻ. പുഞ്ചിരിയും മൗനവും ജീവിതത്തിലെ രണ്ട് ആയുധങ്ങളാണ്. പുഞ്ചിരി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും മൗനം നല്ല ബന്ധങ്ങൾ തകർക്കാതിരിക്കാനും ഉപകാരപ്പെടും. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം. മറ്റു പലർക്കും അത് തെറ്റായി തോന്നിയേക്കാം. എന്നാൽ അത് നമ്മുടെ കുറ്റമല്ല. പ്രതികരണം എന്തായിരിക്കും എന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ എത്രയും നേരത്തെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവോ അത്രയും നേരത്തെ നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനും ആക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്തു നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം തീർച്ചയായും ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക. ഒഴിവുകഴിവ് ഇന്നത്തെ ദിവസം എളുപ്പമാക്കുന്നു, പക്ഷെ നാളെ കൂടുതൽ കഠിനമാക്കുന്നു. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം കഴിവുള്ള ഒരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. തിരക്കൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരക്കിനിടയിലും നിങ്ങളെ തിരക്കി ഇറങ്ങി തനിയെ നിൽക്കുന്നുണ്ടാവും ചിലർ. ഒറ്റയ്ക്ക് ആവുക എന്നാൽ കരുത്തരാകുക എന്നുകൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള ഒരവസരമാണ് ഓരോ ഒറ്റപ്പെടലും. വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ടാകും. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം. പരിഹാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം. എത്ര കഠിനമായ പരിതസ്ഥിതിയിലും തൻ്റെ ലക്ഷ്യത്തിനു നേരെ ചുവട് വച്ച് നീങ്ങുന്നവർക്കും മാത്രമേ ഭാഗ്യം പോലും തുണയ്ക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിനു ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കുക. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും.
നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത്. അയാളേക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് പുഞ്ചിരി കൊണ്ട് നന്ദി പറയുക.